മാളികപ്പുറം ആണെങ്കിലും 2018 ഏകാചിത്രം എല്ലാം കോടി ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുണ്ട്. മാളികപ്പുറം 100 കോടി അല്ലേ വേൾഡ് ഗ്രോസ് വരുന്നത്? അല്ല 100 കോടിയൊന്നും വന്നിട്ടില്ല, 75. ആ 18 യഥാർത്ഥത്തിലുള്ള 170 അല്ലേ 170. 2018 ടോട്ടൽ ബിസിനസ്, അതായത് OTT സാറ്റലൈറ്റ് കൂടി നമ്മൾ ഏകദേശം 200 മേലുണ്ട്, 210 ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ 75. ഞാൻ പറയണത് സാറ്റലൈറ്റ് OTT ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട്. അന്നൊക്കെ OTT സാറ്റലൈറ്റ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് താഴോട്ട് വന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നതാണ് ഈ കോടി ക്ലബ്ബ്, നമ്മളും പല പ്രൊഡ്യൂസേഴ്സിനും ഞാനിപ്പോ സുരേഷ് ഏട്ടൻ പറഞ്ഞു കേട്ടിരുന്നു. അത് സുരേഷ് ഏട്ടൻ പറഞ്ഞത് ഒരു കണക്കിന് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന GST 30% ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത്ര കളക്ട് ചെയ്യുന്നത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം നമുക്ക് കിട്ടിയാക്കണത് മാത്രം നമ്മൾ പറയണേന്ന് ഇത്. പക്ഷെ സ്വാഭാവികമായിട്ട് അത് പറയാനായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ചമ്മലുണ്ടാവും. ഇത്ര മുടക്കി കഴിഞ്ഞാൽ ഇത്ര കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത്രയെങ്കിലും വരട്ടെ ഈ ക്ലബ്ബുകളുടെ കാര്യമൊക്കെ പറയണത്. പക്ഷെ ഇതിൽ സത്യമായ ഒരു കാര്യം, ഒരു സിനിമ 25 കോടി കയറി അല്ലെങ്കിൽ 50 കോടി 100, ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുച്ഛഭാവത്തിലാണ് ഇതൊക്കെ നോക്കുന്നത്. മനസ്സിലായത്? ആർക്കും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. സിനിമ നല്ലതാണെങ്കിൽ കാണുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇടയ്ക്ക് 50 കോടി എത്തി 75 കോടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സിനിമ ആയിട്ട് ഇങ്ങനെ നടക്കണം, സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ശ്രദ്ധിക്കണം. അല്ലാതെ അതുകൊണ്ടൊന്നും ഒരു കാര്യം. ഒരു തരത്തിൽ പ്രേക്ഷകർ ഇപ്പൊ ഈ പോസ്റ്ററുകളൊക്കെ കാണുമ്പോഴേ ഈ നടന്റെ പടം ഇത്ര എത്തിയിട്ടുണ്ട്, ആ നടന്റെ എത്തിയിട്ടുണ്ടോ ഇല്ല, ഇനി അയാൾക്ക് അങ്ങനെ ഒരു പടം വരണം, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ഒരു ആക്ടറെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടി. അല്ല, അത് ഇപ്പൊ ഏത് ആക്ടറാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ച് ഫാൻസും അവരുടെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കാണുന്ന സമയത്ത് അവര് ഫോളോ ചെയ്യണ ഒരു നടനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് വേറെ ഗുണം കിട്ടുന്ന ഒരാൾക്കാരുണ്ട്, അത് ഞാനെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ഞാനൊരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു റൈറ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടറാണ്. എൻ്റെ ഒരു സിനിമ എടുത്ത് ആ സിനിമ ചിലപ്പോൾ ആകെ കളക്ട് ചെയ്താക്കണ തിയേറ്ററിൽ നിന്ന് 7 കോടി ആയിരിക്കുള്ളൂ ഈ പറയണ ഗ്രോസ്. അപ്പോൾ എനിക്ക് വന്നാക്കുന്ന ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാക്സിമം വന്നാക്കുന്ന പറഞ്ഞാൽ ഒരു 3 CR ഒക്കെ ആയിരിക്കും. ഞാനൊരു 6 കോടി മുടക്കിയിട്ടുണ്ട്. അപ്പം നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഡെസ്പടിച്ചിരിക്കുന്ന സമയത്താണ് ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കണം. ഞാനിപ്പോൾ പ്രൊഡ്യൂസറാണ്, വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ സിനിമ 10 കോടി കടന്നു, 20 കോടി കടന്നു, 30 കോടി കടന്നു, ഇത് ബമ്പർ ഇതാണ്, ഹിറ്റാണ് എന്നൊക്കെ ജനങ്ങളെ ഏറ്റെടുത്തു, മനസ്സറിഞ്ഞ വിജയം സാധാരണ എഴുതാൻ വന്നിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. അവൻ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമോ എന്നുള്ള വിഷമത്തിലിരിക്കുകയാണ്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഗുണം ആ റൈറ്റർ അതുകൊണ്ട് അടുത്ത പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയത്.